പോകുന്നത് വടകര ഫിഷ് മാർക്കറ്റിലേക്കാണ്. അതിന് സൈഡൊക്കെ പല ബിസിനസ്സുകളുണ്ട്. മെയിൻ വെജിറ്റബിൾ ഷോപ്പാണ്. ഇതാണ് വടകര ഫിഷ് മാർക്കറ്റിലേക്കുള്ള വഴി. സൈഡിൽ തന്നെ കല്ലമുക്കായ. ഇത് എത്ര വരുന്ന വലുതിന്? ഇത് 100 പീസിന് 300 അല്ല കിലോന്? കിലോന്. അതിന് എത്രയാ? ഇത് പിന്നെ വളർത്ത് കല്ലമുക്കായ, നാടൻ കല്ലമുക്കായ അല്ല, പിടിച്ചുകൊണ്ടിരുന്നല്ല. കല്ലമുക്കായന്റെ വില 320 കിലോന്. സൈഡൊക്കെ ഫ്രഷ് വെജിറ്റബിൾ ഒക്കെ ഉണ്ട്. ഉള്ളി എത്രയാ? ഉള്ളി 40 കിലോന്. ഇവിടെ കുറച്ച് ജാസ്തിയാണ് കേട്ടോ പൈസ. ആ ക്യാരറ്റോ 100. ബീറ്റ്റൂട്ട് ഇപ്പൊ അടുത്ത പൈസ കൂടിയതാണ്. കാരണം 70 റിയാല് 90 റിയാലല്ല. ഫ്രഷ് ഫിഷ് കിട്ടുന്ന സ്ഥലമാണ് വടകര ഫിഷ് മാർക്കറ്റ്. അവല് എത്രയാ? 600 ഇല്ല. അയക്കൂറയില്ല. അതൊന്ന് സാധനം അത് ചൈന പോയിരുന്നത്. എത്രയാ അയക്കൂറ? 1200 അയക്കൂറ കേട്ടാ. ഭയങ്കര പൈസ. മാന്തൽ എത്രയാ കിലോ? 400 വെക്കുന്നത്. പക്ഷെ ഇന്നലെ ഞാൻ ഇത് വാങ്ങിയത് 350 കൂടുതലുണ്ട്. അയലൊക്കെ ഫിക്സ്ഡ് റേറ്റ് ഒന്നുമില്ല. അയലൊക്കെ 300 250. പല സ്ഥലത്ത് പല വിലയായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് എല്ലായിടത്തെ വില ചോദിച്ചു നോക്കാം. ഇതിനെത്ര വരുന്നത്? സാധനമാ അന്നത്തെ ഓക്കെ. ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ട് പോട്ടെ. മാപ്പിൽ എത്രയാ? ചോദിച്ചു 300. ഇതിന് 400 വരാം. മാന്തലിന് 400. 300 ഇല്ല. അതിന് മത്തിക്ക് ഞാന് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് വാങ്ങട്ടെ. കുറച്ച് വീഡിയോ എടുക്കട്ടെ. ഇതെന്താ മീനാ? ചെമ്പല്ലിയാ? ഒരു വീഡിയോ ആണ്. ചെമ്പലിക്ക് എത്രയാ വില? ചെറുതിന് 240. വലുതിന് 250 ഇല്ല. ഇങ്ങനത്തെ വില. ഇതെന്താ സാധനം? ആവോലെ പോലെ ഉണ്ടല്ലോ. ആരോ ഞാനേ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വാങ്ങാം കേട്ടോ. പർച്ചേസ് ചെയ്യാം. കിളിമീൻ ഇല്ല, കരിമീൻ ഇല്ല. എത്രയാ? കരിമീൻ 500 രൂപ കേട്ടോ. ഞണ്ട് എത്രയാ? ഞണ്ട് ഇത് ലേഡി ക്രബാണോ? ഏതാ? ആണാണോ പെണ്ണാണോ? പെണ്ണല്ല. എത്ര വരുന്ന? ആണ്. അല്ല ഇത് തിരിച്ചു വെക്കൂല. പെണ്ണും ആണും മാറ്റി വെക്കൂല. അങ്ങനെ എടുത്തു തരൂല. മനസ്സിലായി. ഇത് മിക്സില്ല. അല്ലല്ല ഞാൻ ഇതപ്പോ മിക്സ് എത്രയാ? 200. 320. 350 200 അല്ല കിലോ? കിലോ 300. ആ ഓക്കെ. നിങ്ങളെ മീന്റെ വിലയിലൊന്നും അറിയാലോ നമുക്ക്. നമുക്കൊരു അത്ഭുത വില ഇങ്ങനെ കാണും.
എങ്ങനെ എന്നാ പറഞ്ഞ മീനെടുത്ത് അയാളെ ഫോട്ടോ എടുക്കണ്ട, അയാളെ ഫോട്ടോ എടുത്ത് നിങ്ങൾ മീൻ പടക്കാം. എനിക്ക് രണ്ടാളോ വീഡിയോ ഫോട്ടോ എടുക്കാം. പ്രശ്നമില്ല, നിങ്ങളെ പെർമിഷൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാം. അയില നല്ല ഫ്രഷ് അയില, നല്ല പെട്ടക്കുന്ന അയില വടകര മാർക്കിൽ ഏറ്റവും ആദായം. വടകര മാർക്കിൽ ഏറ്റവും ആദായം. അതാ വടകര മാർക്കറ്റിൽ വന്നു. 360 കിലോ 300. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ പല പല പാർട്ടായിട്ടുള്ള ഒരു ഷോപ്പാണല്ലോ. വടകര മത്സ്യം ഒരു പ്രൈസാ. ഏതെടുത്തൊക്കെ വന്നുള്ള വലിയ അതൊക്കെ എടുത്ത് വലിയ കൊഞ്ചം എത്രയാ? വലിയ കൊഞ്ചം കിലോ 700 ഇല്ലേ? വടകരയിൽ ഏറ്റവും അംഗീകാര മാർക്കറ്റാണ്. അതാണ്, അതുകൊണ്ടല്ലേ ഇവിടെ വന്നേ. ആ അല്ലെങ്കിൽ കാക്കട്ടിരുന്നല്ലോ ബോർഡേയും വിറ്റ് ആൾക്കാർ ഇവിടെ വന്ന് വടകരയെ വരിക. വടകരയാണ് ഏറ്റവും വലിയ അംഗീകാര മാർക്കറ്റ്. ഇപ്പൊ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. വടകരയിൽ ഏറ്റവും നല്ല മാർക്കറ്റും സമീപനവും നല്ലതാ. നല്ല നല്ല ഫ്രഷ് ഫിഷ് കിട്ടുന്ന ഒരു മാർക്കറ്റും കൂടിയാണ്. എല്ലാവരും അത് 400 360 കേട്ടാ. ഇവിടെ ചെറിയ ചെമ്മീൻ വേണ്ട 300. ഇത് മുള്ളരില്ല 300. മാന്തല് 400 രൂപ. ഓക്കെ, ഞാനിങ്ങനെ വരാട്ടോ. പല പല ഇത് പാർട്ടായിട്ടുള്ള ഒരു ഫിഷ് മാർക്കറ്റാണ്. അപ്പോ ഭയങ്കര കോമ്പറ്റീഷൻ. അവരിങ്ങനെ 10 രൂപ 5 രൂപ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കുറവ് പറയും, ചിലത് കൂടി പറയും. വടകര KMS ഫിഷ് മാർക്കറ്റ്. വടകര പിന്നെ എല്ലാ ജാതി മീനും നല്ല ഫ്രഷ് 600 രൂപ. ഇതാ ഇത് 400 രൂപ. കരിമീൻ 500 അല്ലേ? ആവോലി 700 രൂപ. 700 രൂപ ഒറിജിനൽ നാടൻ ആവോലി. പിന്നെ കോയല 400 രൂപ. പിന്നെ പറ്റ 600 രൂപ. നല്ല പറ്റ. പറ്റ അത് കിലോ 600 രൂപ. മുള്ളന്റെ ഒരു ബ്രദറായിട്ട് വേറൊരു ഇതാണ്. ചെറിയ മത്തി 250 രൂപ. രണ്ടു തരം. അത് വലുത്. ഇങ്ങനെ ഒരു ചെറുതാണ്, നല്ലൊരു കാണാൻ ഒരു ബ്യൂട്ടി. അങ്ങനെ തന്നെ വലുത്. ഒരു ചോര ഇല്ലാത്ത പോലെ ഉണ്ട്. എത്രയാ? അത് 500, മറ്റേ 400. ഇങ്ങനെ എടുത്തു വരണട്ടാ. ഇവർക്ക് തന്നെ വല്ലാണ്ട് ഇഷ്ടമായി കേട്ടാ. ഇവർ വിളിച്ചോണ്ട് പെട്ടെന്ന് കണ്ടാൽ പഠിക്കണ്ട് വേദനാക്കണ്ട. എന്തായിട്ട് സാറാണ് ഇതല്ല പടക്കുന്ന അയില അല്ലേ? എല്ലാരും പടക്കുന്ന അയിലുണ്ട്. മാന്തൽ എത്രയുണ്ട്? 320 അയിലക്ക് അല്ലേ? വലിപ്പമുണ്ടല്ലോ അയില അല്ലേ? നല്ല വലിപ്പമുള്ള മത്തിയോ? മത്തി കിലോ 200 രൂപ. 400 രൂപ. 400 രൂപ. 300 400. കരിമീൻ 500. കരിമീൻ 450 രൂപ. 450 രൂപ. തെരണ്ടിക്കോ? ചേർത്ത് 300 രൂപ കിലോ. 300 രൂപ. 400. ഒരുപാട് കൗണ്ടർ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ പല സ്ഥലത്ത് പല പല വിലയാണ്. ഒരു കോമ്പറ്റീഷൻ അല്ല, അടുത്തടുത്തുള്ളതുകൊണ്ട്. പലയിടത്ത് പല വില, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളിത് 500 രൂപ. ഇതിന് സാധനം ബാമീൻ എത്രയാ? ചെമ്പല്ലി അല്ല? ചെമ്മരി മാതിരിയുള്ള സാധനം. ചെമ്മീനിലെ കുടുംബക്കാരല്ല? ഇതൊക്കെ ആരാവും? അതിനെത്രയാ? 1/2 കിലോ 100 രൂപ. കാരാവലി അതാ കാരാവലി കാണിച്ചത്. ഇതാണ് കാരാവലി. ആവലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഫിഷ് തന്നെയാണ്. വലിയ വലിയ മീന്. കാര്യമായ ആളാന്ന് പറഞ്ഞത് നിങ്ങള്. അപ്പൊ ഈ മാർക്കറ്റും കുറെ കൊല്ലങ്ങൾ പഴക്കുള്ള മാർക്കറ്റല്ലേ, ഫിഷ് മാർക്കറ്റ്. അപ്പൊ ഇടച്ചേരിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും മീൻ വാങ്ങാനായിട്ട് ഇവിടെ ആൾക്കാർ വരും, വില കുറവുള്ളതുകൊണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് 2 വാക്കെന്നൊക്കെ പറയണ്ടേ ഇതിനെപ്പറ്റി? നിങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതലും ചെറിയ മീനുകൾ പിന്നെ അവിടെ വിൽക്കപ്പെടുന്ന മാർക്കറ്റ് വടകര മാർക്കറ്റ്. ഇവിടെ ജാതിഭേദമില്ലാതെ എല്ലാവരും നല്ല നിലയിൽ
മുന്നോട്ട് പോകുന്ന സ്ഥലം. അതെ അതെ അത് കണ്ട് മനസ്സിലായി. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് കാലത്ത് നാദാപുരം, കല്ലാച്ചി, കുറ്റാടി, തൊട്ടിപ്പാലം, പാലക്കാട്, പെരിങ്ങത്തൂർ എല്ലാവരും ഇവിടെ വരും. മീൻ എല്ലാവരും ഇവിടെ വന്നിട്ട് മീൻ വാങ്ങിക്കൊണ്ടു. അച്ഛനെ സൗഹൃദ ബന്ധത്തിൽ അവിടെ നടക്കുന്നത്. ഇപ്പം കുറച്ച് മീനിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഡൗൺ ആയിട്ടാണുള്ളൂ. ആയതുകൊണ്ട് അത് മീൻ ഇല്ലാത്തതുകൊണ്ടാണ്. മീനിന്റെ സമയത്ത് ഇവിടെ 600-700 രൂപ മീനിനുള്ളൂ ആയിക്കോട്ടെ. ഇപ്പൊ മീൻ ഇല്ലാത്തതുകൊണ്ട് 1000, 1100, 1200 ഇതെല്ലാം വില. ട്രോളിൽ മാത്രമല്ല, മീനില്ല, കടലിൽ മീൻ പിടിച്ചു വരില്ല. അതുകൊണ്ടാണ് പിൻവലിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പറഞ്ഞാൽ ഇവിടെ ജാതി ഭേദമില്ല. ഇവിടെ പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ കാറ്റുനിന്നും വരും, പുറത്തുനിന്നും വരും, അകത്തുനിന്നും വരും, എല്ലാത്തിനും വന്നിട്ട് ഒരുപോലെ. എപ്പോഴാ വന്നിട്ടാൽ ഒരു മീനിന്റെ ഒരു വില പറയുമ്പോൾ എല്ലാവരും അതുപോലത്തെ വില തന്നെ. അങ്ങനത്തെ ഒരു നല്ല സൗഹൃദ ബന്ധം നടക്കുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതിന്റെ അടുത്ത് തന്നെ ചിക്കൻ സ്റ്റാളും ഉണ്ട്. 240 അല്ലേ? ഈ ഒരു ഷോപ്പിലുണ്ട് ചിക്കൻ സ്റ്റാൾ. വേറെ ഉണ്ടോ? ഇത് സ്രാവല്ലേ? തെരണ്ടിയില്ല. കിലോ 400. കനം കൊണ്ട് വീണോ? ഏതാ ഫ്രഷ് കിട്ടാൻ പറ്റില്ല അല്ലേ? നല്ല കനുണ്ട് തോന്നുന്നു. നല്ല കനുണ്ട്. 5 കിലോ ഉണ്ടാവും അല്ലേ? ഈ ഒരു ഭാഗത്ത് മൊത്തം മീറ്റിന്റെ ഷോപ്പാണ്. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, മട്ടൻ ഉണ്ട്. എവിടെ ബീഫ്? എവിടെ ഏകദേശം കഴിഞ്ഞ തോന്നില്ല ബീഫെല്ലാം. ബീഫ് കഴിഞ്ഞ തോന്നില്ല. ബീഫ് എത്ര കിലോന്? കിലോ 360, ബോൺലെസ് 420. ഏകദേശം കഴിഞ്ഞ്. ഇത് കിലോന് 380 അല്ലേ? 360. എല്ലോട് കൂടിയിട്ടുള്ളതാണ്. ബോൺലെസ് 420 അല്ലേ? എല്ലാം ഈ വടകര ഫിഷ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ചിക്കനും മട്ടനും ബീഫും എല്ലാം വാങ്ങാൻ പറ്റും കേട്ടാ. ഇയാൾ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്താണ്? ആടാ? ഇതെന്നാ? എത്രയാ? 350. വീഡിയോ എടുത്തോട്ടാ. വിളിച്ചു കുറച്ച് വിപുലമായിട്ടുള്ളൊരു മീറ്റ് മാർക്കറ്റിംഗ്. ഇതല്ലെന്നാ? ഇതാടാ ബീഫില്ല? കിലോ എത്രയാ? 360. ഇതോ ബോൺലെസ് 420 അല്ലേ? അങ്ങനെ കുറച്ച് മീൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ. പേരെന്താണോ? സിൽവർ ബാം. ഇതാണോ? അപ്പൊ ചെമ്പല്ലിയല്ല? അത് മുറിച്ചിരുന്ന അത് മുറിച്ചത്. ചെമ്പല്ലി എന്ന് പറഞ്ഞ മീനെടുത്തു വാങ്ങാണ്ടി. ഇതെനിക്ക് നല്ല സാധന. അതിന് നല്ല സാധനം. ഇതെനിക്കിതാ 1 കിലോ. ലാസ്റ്റ് എത്ര കിലോ? എത്രയാ? 360. നല്ല ഇറച്ചി നോക്കിയിട്ട് ഇങ്ങനത്തെ എടുക്കും. നിങ്ങൾ തലകട കളിക്കുന്നു. കിട്ടുമ്പോ ഒരു കളി മാറും കേട്ടോ. ഇപ്പോൾ എന്തെന്നായിട്ട് ഞാൻ 1 കിലോ എടുക്കുന്നുണ്ട്. പക്ഷേ അപ്പൊ 1 കിലോ ഇത് വാങ്ങുന്നുണ്ട്. ഇപ്പം വേറൊരു ഫിഷും കൂടി വാങ്ങണം. കുറച്ച് സ്കിഡ് വാങ്ങി കേട്ടോ.
സ്കിഡും കൂടി വാങ്ങിയപ്പോ കുറച്ച് മീനായി കുറച്ച് ഫിഷൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് വടകര ഫിഷ് മാർക്കറ്റിലെ വിശേഷങ്ങൾ. അപ്പൊ സീ യു ഗൈസ്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. അപ്പൊ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.